പുൽവാമ ഭീകരാക്രമണത്തിന് ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹർ നിർദ്ദേശം നൽകിയത് പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ നിന്ന്. ആക്രമണത്തിന് 8 ദിവസം മുൻപ് മസൂദ് അസ്ഹർ നൽകിയ ശബ്ദ സന്ദേശം ഇന്ത്യക്ക് ലഭിച്ചു. രാജ്യാന്തര ഏജൻസികൾക്ക് ഇന്ത്യ തെളിവ് കൈമാറും. ഇന്ത്യയിൽ ആക്രമണം നടത്താനായി ഭീകര സംഘടനകൾ പാകിസ്ഥാനിൽ യോഗം ചേർന്നു. യോഗത്തിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIലെ ബ്രിഗേഡിയറും പങ്കെടുത്തിരുന്നു. റാവൽപിണ്ടിയിലെ ആർമി ആശുപത്രിയിൽ ഗൂഢാലോചന നടന്നു. ചികിത്സയ്ക്കെന്ന പേരിൽ 4 മാസമായി ആശുപത്രിയിൽ കഴിയുന്ന ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹർ നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകി. അനന്തരവനായ ഉസ്മാന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്നാവശ്യപ്പെടുന്ന മസൂദ് ഇന്ത്യയുമായുള്ള യുദ്ധത്തിന് യുവാക്കളെ പ്രേരിപ്പിക്കുന്ന ശബ്ദ സന്ദേശം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ മസൂദിന്റെ അനന്തരവനെ സുരക്ഷാ സൈന്യം ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയിരുന്നു. ശബ്ദ സന്ദേശത്തിൽ മസൂദ് ഇങ്ങനെ പറയുന്നു: അതിർത്തി കടന്നുള്ള പോരാട്ടങ്ങളെ ചിലർ തീവ്രവാദി ആക്രമണങ്ങളായി ചിത്രീകരിക്കാം. അവരെ കണക്കിലെടുക്കേണ്ട. യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ ആനന്ദകരമായ മറ്റൊന്നുമില്ല. ശബ്ദ സന്ദേശം ഉപയോഗിച്ച് കാശ്മീർ താഴ്വരയിലെ യുവാക്കളെ മാനസികമായി അടിമകളാക്കാനും സൈന്യത്തിനെതിരെ സ്ഫോടനം നടത്താൻ പ്രേരിപ്പിക്കാനും ബന്ധുക്കളായ മുഹമ്മദ് ഉമേർ, അബ്ദുൾ റാഷിദ് ഖാസി എന്നിവരെയും മസൂദ് അസ്ഹർ ചുമതലപ്പെടുത്തി. 60ഓളം ജയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരിൽ 35 പേർ പാകിസ്ഥാനിൽ നിന്നും ബാക്കിയുള്ളവർ പ്രദേശവാസികളുമാണ്. തീവ്രവാദി നേതാക്കൾ ദക്ഷിണ കാശ്മീരിലെ ഒളിത്താവളങ്ങളിലാണ്. ഇവർ നേരിട്ട് ആക്രമണത്തിന് ഇറങ്ങിയിട്ടില്ല. ഇന്ത്യയിൽ ആക്രമണം നടത്തുന്ന പാകിസ്ഥാൻ കേന്ദ്രമായ 6 ഭീകര സംഘടനകളുടെ യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെ അധ്യക്ഷനാണ് മസൂദ് അസ്ഹർ. പക്ഷേ ആർമി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പേര് പറഞ്ഞ് കഴിഞ്ഞ 8 യോഗങ്ങളിൽ മസൂദ് പങ്കെടുത്തില്ല. ആക്രമണ രീതി അവരോട് വിശദീകരിച്ചിട്ടുമില്ല. പക്ഷേ സ്ഫോടനം ഉടനെ ഉണ്ടാകുമെന്ന് ജിഹാദി കൗൺസിൽ യോഗത്തെ അറിയിച്ചിരുന്നു. മസൂദിന്റെ അഭാവത്തിൽ ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡർ സയ്യിദ് സലാഹുദ്ദീൻ യോഗത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ ജനുവരി 19 നടന്ന അവസാന യോഗത്തിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ ബ്രിഗേഡിയറും പങ്കെടുത്തു. ഈ തെളിവുകളെല്ലാം ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് കൈമാറും. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് സ്ഥാപിക്കാനും മസൂദ് അസ്ഹറിനെ ഭീകരനാണെന്ന് പ്രഖ്യാപിക്കാനും തെളിവുകൾ ഉപകരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും സുരക്ഷ ശക്തമാക്കി. കശ്മീരിൽ നിരോധനാജ്ഞ തുടരും. മൊബൈൽ ഫോൺ വഴിയുള്ള ഇന്റർനെറ്റും വിച്ഛേദിച്ചിട്ടുണ്ട്. അതേസമയം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ 2014 ശേഷമാണ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ 177% വർദ്ധിച്ചെന്ന കണക്കുകളും പുറത്തുവരുന്നു. കാശ്മീർ സ്ഫോടനത്തിന് ശേഷം നയതന്ത്ര മേഖലയിൽ അനുദിനം വഷളാകുന്ന ഇന്ത്യ പാക് ബന്ധം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും സുരക്ഷ ശക്തമാക്കി. സൈനികർക്ക് പാകിസ്ഥാൻ ജാഗ്രതാ സന്ദേശം നൽകിയതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ജമ്മു കാശ്മീരിലെങ്ങും ഇന്ത്യ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. കാശ്മീരിൽ നിരോധനാജ്ഞ 3-ാം ദിവസമായി ഇന്നും തുടരും. ഫോൺ വഴിയുള്ള ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനാണിത്. അതേസമയം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 2014 ശേഷം തീവ്രവാദി ആക്രമണങ്ങൾ 177% വർദ്ധിച്ചതായി കണക്കുകൾ. 2014 222 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ 2017 അത് 342 കടന്നു. 2018 ചെറുതും വലുതുമായ ഭീകരാക്രമണങ്ങളുടെ എണ്ണം 614 വർദ്ധിച്ചു. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 5505 സൈനികരെയാണ് ഭീകരാക്രമണങ്ങളിൽ ഇന്ത്യക്ക് നഷ്ടമായത്. വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിക്കുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്തെ സൈനികർ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് 2013 നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം 2019 തിരിഞ്ഞുകൊത്തുന്നു. രാജ്യത്തെ സൈനികർ കൊല്ലപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ കഴിവുകേടാണെന്നും രാജ്യം ഭരിക്കാൻ അറിയാത്തതുകൊണ്ടാണെന്നുമായിരുന്നു മോദി അന്ന് പ്രസംഗിച്ചത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് രാജ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 40 വീരപുത്രന്മാരെയാണ് കണ്ണു ചുമന്ന നേരം കൊണ്ട് രാജ്യത്തിന് നഷ്ടപ്പെട്ടത്. രാജ്യത്തിന്റെ സൈനികർ കൊല്ലപ്പെടുന്നതിന് ഉത്തരവാദിയും മറുപടി പറയേണ്ടതും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ് എന്നാണ് 2013 അധികാരത്തിൽ കയറും മുൻപ് നരേന്ദ്രമോദി പ്രസംഗിച്ചത്. രാജ്യത്തെ സൈനികർ മരിക്കുന്നു. ഭാരതത്തിന് തല കുനിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വരുന്ന ഭാരതത്തിന്റെ അവസ്ഥ ലജ്ജാകരമാണ്. കേന്ദ്ര സർക്കാരിനെ മാത്രമേ ഞാനിതിന് കുറ്റപ്പെടുത്തുകയുള്ളൂ. രാജ്യം ഭരിക്കാൻ അറിയില്ല, അതിന്റെ കുഴപ്പമാണ് ഇതിനെല്ലാം കാരണം എന്നായിരുന്നു മോദി അന്ന് പ്രസംഗിച്ചത്. हमारे देश के जवान मारे जा रहे हैं और मैं तो देख रहा हूं हिंदुस्तान सर झुका रहा है. ऐसा दुर्दैव कभी देखा नहीं. भारत इस प्रकार से असहायता का अनुभव करे, इससे बड़ा कोई दुर्भाग्य नहीं हो सकता.
और इसके लिए मैं पूरी तरह केंद्र सरकार को जिम्मेवार मानता हूं। उनकी नीतियों को, उनके सारे कार्यकलाप को, उनकी उदासीनता को यह देश कभी भी माफ नहीं करेगा। 6 വർഷങ്ങൾക്കിപ്പുറം ഇതേ വാക്കുകൾ മോദി സർക്കാരിനെ തിരിഞ്ഞുകൊത്തുന്നു. മോദി സർക്കാർ അധികാരമേറ്റ ശേഷം കൊല്ലപ്പെട്ട സൈനികരുടെ കണക്കെടുത്താൽ മോദി ഭരണം വന്ന ശേഷം 177% തീവ്രവാദ ആക്രമണങ്ങളാണ് രാജ്യത്ത് ഉണ്ടായത്. 2014 222 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 2017 രാജ്യത്ത് 805ഉം 2018 941മായി ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു. 95 സൈനികർക്ക് 2018 മാത്രം ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്തേക്കാൾ NDA സർക്കാരിന്റെ ഭരണകാലത്ത് ഭീകരാക്രമണങ്ങൾ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. 2001 ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ദേശസുരക്ഷയുടെ കാര്യത്തിൽ കേന്ദ്രം കൈക്കൊണ്ട നിലപാടുകളിലെ വീഴ്ചകൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്. പുൽവാമ സ്ഫോടനത്തിൽ മരിച്ച സൈനികന്റെ ശവസംസ്കാര യാത്രയിൽ ചിരിച്ചുല്ലസിച്ച് BJP MP സാക്ഷി മഹാരാജ. ഉത്തർപ്രദേശിലെ ഉന്നാവോയിലെ വസതിയിലേക്ക് സൈനികന്റെ മൃതദേഹം എത്തിക്കുന്ന വാഹനത്തിലാണ് MPയുടെ പ്രകടനം. തെരഞ്ഞെടുപ്പ് റാലി അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കൈവീശി കാണിച്ചും ചിരിച്ചും സാക്ഷി മഹാരാജ നടത്തുന്ന പ്രകടനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനം. വീരമൃത്യു വരിച്ച സൈനികനെ ഒരു നോക്ക് കാണാൻ തിങ്ങി നിറഞ്ഞ ജനങ്ങൾക്ക് മുമ്പിലാണ് ഉനാവോയിൽ നിന്നുള്ള BJP MP സാക്ഷി മഹാരാജയുടെ പ്രകടനം. മൃതശരീരം കൊണ്ടുപോവുകയായിരുന്ന വാഹനത്തിന്റെ മുൻനിരയിൽ കയറിപ്പറ്റിയ MP സൈനികന് ആദരാഞ്ജലി അർപ്പിക്കുന്ന ജനങ്ങളെ നോക്കി കൈവീശി കാണിച്ചും ചിരിച്ചും നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് റാലിക്ക് സമാനമായ രീതിയിലാണ് സാക്ഷി മഹാരാജ പെരുമാറുന്നതെന്ന് വിമർശിച്ച് സോഷ്യൽ മീഡിയ രംഗത്തെത്തി. സൈനികന്റെ കുടുംബവും ബന്ധുക്കളും ദുഃഖാർത്ഥരായി അതേ വാഹനത്തിലുള്ളപ്പോഴാണ് ഔചിത്യബോധമില്ലാതെ MP ചിരിക്കുന്നത്. ട്വിറ്ററിലൂടെ നിരവധി പേർ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വീരമൃത്യു വരിച്ച മലയാളി ജവാൻ വസന്തകുമാറിന്റെ വീട് മന്ത്രി AK ബാലൻ സന്ദർശിച്ചു. ധനസഹായം, മക്കൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ വിദ്യാഭ്യാസം, ഭാര്യ ഷീനയുടെ ജോലി സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ അടിയന്തരമായി പരിഗണിക്കും. വസന്തകുമാറിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കും. 19-ന് മന്ത്രിസഭായോഗം ഉചിത തീരുമാനമെടുക്കും. ഈ മാസം 20-ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വസന്തകുമാറിന്റെ വീട്ടിൽ എത്തും. ഉച്ചയ്ക്ക് 12 മണിയോടെ തൃക്കേപ്പറ്റയിലുള്ള വസന്തകുമാറിന്റെ തറവാട് വീട്ടിലെത്തിയ മന്ത്രി AK ബാലൻ അമ്മയെയും ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കേട്ടു. എല്ലാം പരിഹരിക്കുമെന്നും സർക്കാർ ഒപ്പമുണ്ടെന്നും അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ അനുശോചനവും AK ബാലൻ കുടുംബത്തെ അറിയിച്ചു. വസന്തകുമാറിന്റെ കുടുംബത്തിന് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് AK ബാലൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അവരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ആവശ്യം. മറ്റൊന്ന്, കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവോദയ സ്കൂളിൽ സൗകര്യമുണ്ടാകണം. കേന്ദ്രീയ വിദ്യാലയ അഡ്മിഷൻ കിട്ടണം എന്നുള്ളതാണ്. അതാകുമ്പോൾ കുട്ടികൾക്ക് നേരിട്ട് വീട്ടിൽ വരുന്നതിനും അമ്മയെ നേരിട്ട് കാണുന്നതിനും സാധിക്കും. ഇതാണ് പ്രധാനമായി ഉന്നയിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ഗവൺമെന്റ് ഉചിതമായ തീരുമാനമെടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി വീണ്ടും ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി അടുത്ത് ചേരുന്ന ക്യാബിനറ്റ് 19-ാം തീയതി ക്യാബിനറ്റ് ഉണ്ട്. ആ ക്യാബിനറ്റ് ഉചിതമായ തീരുമാനം എടുക്കുന്നതായിരിക്കും. 19-ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വയനാട്. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര 4ാം ദിനം പുരോഗമിക്കുന്നു. ജാഥയ്ക്ക് വൻ ജനപങ്കാളിത്തമാണ് ലഭിക്കുന്നത്. BJPക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കേന്ദ്ര സർക്കാരിനായില്ലെന്നും കോടിയേരി കഴക്കൂട്ടത്ത് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുന്ന ജാഥ ഇന്ന് വൈകിട്ട് കിളിമാനൂരിൽ അവസാനിച്ച് നാളെ കൊല്ലം ജില്ലയിൽ പ്രവേശിക്കും. മികച്ച സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് കേരള സംരക്ഷണ യാത്രയുടെ തെക്കൻ മേഖല ജാഥ പ്രയാണം തുടരുന്നത്. ആയിരങ്ങളാണ് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഒത്തുകൂടുന്നത്. ഇന്ന് കഴക്കൂട്ടത്ത് നിന്നാണ് ജാഥ ആരംഭിച്ചത്. BJPക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും RSSനെതിരായി നെഞ്ചോട് ചേർന്ന് നിന്ന് പൊരുതുന്നത് ഇടതുപക്ഷമാണെന്നും BJP മുഖ്യ ശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണെന്നും ജാഥ ക്യാപ്റ്റൻ കോടിയേരി അഭിപ്രായപ്പെട്ടു. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസും
ഇടതുപക്ഷവും BJPയും മത്സരിക്കുമ്പോൾ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചാൽ മാത്രമേ കേന്ദ്രത്തിൽ BJPയെ നേരിടാൻ കഴിയുള്ളൂ. കോൺഗ്രസ്സുകാരെ വിശ്വസിച്ചുകൂടാ. ജയിക്കുന്ന കോൺഗ്രസ്സുകാർ കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നില്ല. ഇന്നത്തെ ഹിന്ദു പത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഒരു വാർത്ത കർണാടകത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കർണാടകത്തിലെ കോൺഗ്രസ് MLA ഉമേഷ് ജാദവ് കോൺഗ്രസ് രാജിവെച്ചു. ഈ കോൺഗ്രസ് MLA പാർലമെന്റ് ഇലക്ഷനിൽ ലോകസഭയിലുള്ള കോൺഗ്രസിന്റെ നേതാവ് മല്ലികാർജുന ഖാർഗെക്കെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൈനികർക്ക് പോലും സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാരിന് ആകുന്നില്ല. BJP അധികാരത്തിൽ വന്നതിനു ശേഷം 890 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കേന്ദ്ര സർക്കാരിന് പാലിക്കാൻ കഴിഞ്ഞില്ലെന്നും BJPയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ഇന്ന് കിളിമാനൂരിൽ അവസാനിക്കുന്ന ജാഥ നാളെ കൊല്ലം ജില്ലയിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.